ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ ഇപ്പോഴുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. വിപിൻ സി വിജയൻ നമുക്കൊപ്പം. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN ഇപ്പോൾ ജഡ്ജിന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിനെ. അതിന്റെ നടപടിക്രമങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മജിസ്ട്രേറ്റിന്റെ വീടാണ്, അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, പുറത്ത് തന്നെ നിർത്തിക്കൊണ്ടുള്ള ഇതാ ഇപ്പോൾ ആ നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്തും പോലീസുകാരും ഒക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവരുടെ കയ്യിലുള്ള രേഖകൾ, അതായത് അതിൻ്റെ റിപ്പോർട്ട് ആയിട്ട് ഇപ്പോൾ ജഡ്ജ് അകത്തേക്ക് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് വായിച്ച് അതിലൊരു നടപടി ഉണ്ടായതിനു ശേഷം അത് പുറത്ത് വന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ പുറത്ത് തന്നെ, അതായത് ജഡ്ജ് മജിസ്ട്രേറ്റിന്റെ വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ് രഞ്ജിത്തും പോലീസുകാരും. നേരത്തെ ഒരു റൂട്ട് കൺഫ്യൂഷൻ അത് പോലീസിന് വന്നതാണ്. ആദ്യം മജിസ്ട്രേറ്റിന്റെ വീടാണെന്ന് കരുതി പോയ സ്ഥലം മാറിപ്പോയി. അത് അവിടെ നിന്നും ഇപ്പോഴിതാ കൃത്യമായി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തുകയും അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതിൽ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് അതിലെന്താണ് തീരുമാനം, അതായത് ജാമ്യമുണ്ടോ അതല്ല റിമാൻഡിലാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയുള്ളൂ. പക്ഷേ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവമില്ല, തനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് രഞ്ജിത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള മൊഴി. ഇപ്പോൾ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഒരുപക്ഷെ അഡ്മിറ്റ് ആയിരിക്കും, രക്തസമ്മർദ്ദം വളരെ ഉയർന്ന നിലയിലാണ് എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകളൊക്കെ വന്നത്. പക്ഷേ പോലീസ് അതിവേഗമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. 5 മണിക്കൂറിന് ശേഷം വീണ്ടും ഡോക്ടർമാർ പരിശോധിച്ച ഒരു സമയത്ത് അത് നോർമലായി കാണുകയും ഉടൻ തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്ര വേഗത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്പസമയത്തിനകം തന്നെ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇപ്പോൾ സിവിൽ ഡിവിഷനിലെ, അതായത് CJM കോടതിയിലെ സിവിൽ ഡിവിഷൻ ജഡ്ജിന്റെ മുൻപാകെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. വനിതാ ജഡ്ജിന് മുൻപിലാണ് ഇപ്പോൾ രഞ്ജിത്തിനെ ഹാജരാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. രാവിലെ ഇതാ 7:45 ആകുമ്പോഴേക്കും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിന്റെ ഭാഗത്തുണ്ടാവും. അത് സിനിമാ മേഖലയിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ കൊച്ചി DCP അശ്വതി ജിജിക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല വരുന്നത്. ജനുവരിയിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. ജനുവരി 8-ാം തീയതിയാണ്. അതിനുശേഷം ഇപ്പോൾ 2 മാസം പിന്നിട്ടിരിക്കുന്നു. 2 മാസം ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപാകെ പരാതിയുമായി യുവതി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സംഘർഷം, ഒരു ട്രോമ, അത് ഈ രഹസ്യമൊഴിയിലുണ്ടെന്നാണ്. 27-ാം തീയതി പരാതി നൽകുന്നു. അതിനുശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. 30-ാം തീയതി തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് രഞ്ജിത്ത് എവിടെയാണോ ആ രഞ്ജിത്തിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ഈ 2 ദിവസം, അതായത് പരാതി ലഭിച്ചതിന് ശേഷം രഞ്ജിത്ത് പൂർണ്ണമായും പോലീസിന്റെ സർവൈലൻസിൽ, പോലീസിന്റെ റഡാറിനുള്ളിലായിരുന്നു. അതിന് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഓപ്പറേഷൻ. കാരണം കോട്ടയത്ത് നിന്ന് തൊടുപുഴയിലേക്ക് വരുന്ന വഴി മുട്ടത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അങ്ങനെയാണ് നേരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നും, അതായത് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയാണ് രഞ്ജിത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് 2 പരാതികൾ രഞ്ജിത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. മറ്റൊന്നുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണത്തിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്, ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള തൻ്റെ രാഷ്ട്രീയം, അത് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നുള്ളത് തുറന്നു പറയുന്ന രഞ്ജിത്ത് ഇങ്ങനൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എടുക്കേണ്ടത്. അത് സർക്കാരിൻ്റെ കൂടി ഒരു അനിവാര്യതയായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് അതിവേഗ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.